ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗോത്ര സുരക്ഷാ ഫോറം പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. VD സതീശന്റെ നേതൃത്വത്തിലുള്ള 16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഇന്ന്. പ്രധാനമന്ത്രി ആവാസ് ഗ്രാമീൺ യോജനയുടെ ഭാഗമായി കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് 10,000 കോടി രൂപയിലധികം വിതരണം ചെയ്ത് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇംഗ്ലണ്ടിനെതിരായ വനിതാ ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. IPL ക്രിക്കറ്റ് 2ാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ന് കർണാടകയിലെ ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിലും ദാവണഗേരയിലുള്ള യൂണിവേഴ്സിറ്റി BDT കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലും പങ്കെടുക്കും. നാളെ പനാജിയിൽ ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച കർണാടകയിലെ ബെൽത്തംഗഡിയിലുള്ള SIRI വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം വൈകുന്നേരത്തോടെ കേരളത്തിൽ എത്തും. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140ാമത് സ്ഥാപക വാർഷിക ആഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗോത്ര സുരക്ഷാ ഫോറം പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഗോത്ര സമൂഹത്തോടുള്ള സുരക്ഷാ ഫോറത്തിന്റെ സമർപ്പണബോധം പ്രശംസനീയമാണെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഗോത്ര സമൂഹങ്ങളുടെ വികസനവും ശാക്തീകരണവും സംബന്ധിച്ച് വിവിധ ചർച്ചകൾ നടന്നതായും അദ്ദേഹം അറിയിച്ചു. 16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഇന്ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. ജൂൺ 1 മുതൽ 3 വരെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേലുള്ള ചർച്ച നടക്കും. ഈ മാസം 21-ന് ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും പൂർത്തിയായിരുന്നു. അഹമ്മദാബാദിൽ നടക്കാനിരിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ ഒരുക്കങ്ങൾ അവലോകനം ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നു. ഇന്ത്യയിൽ ലോകോത്തര കായിക അടിസ്ഥാന സൌകര്യങ്ങളും അത്യാധുനിക പരിശീലന സൌകര്യങ്ങളും വർദ്ധിച്ചുവരുന്നതായി ശ്രീ ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കായിക അടിസ്ഥാന സൌകര്യങ്ങളുടെയും അനുബന്ധ പദ്ധതികളുടെയും പുരോഗതിയെക്കുറിച്ച് യോഗം വിലയിരുത്തിയതായും അദ്ദേഹം അറിയിച്ചു. പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെടുന്ന കരകൌശല വിദഗ്ധർക്കായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് PM വിശ്വകർമ്മ യോജന. പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര MSME മന്ത്രാലയം സംഘടിപ്പിച്ച പ്രദർശന വിപണന മേളയിൽ പങ്കെടുത്ത അനുഭവം ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുകയാണ് പദ്ധതി ഗുണഭോക്താവായ കോഴിക്കോട് സ്വദേശി മധുസൂദനൻ വില്യാപ്പള്ളി. ഞാൻ ഈ സ്കീമിൽ 1.5 വർഷത്തിന് മുമ്പാണ് ചേർന്നത്. ഇതിന് അപേക്ഷ കൊടുത്ത് അപ്പോൾ ഒരു 7 ദിവസത്തെ ട്രെയിനിങ് ക്യാമ്പിൽ പങ്കെടുത്ത് എങ്ങനെയൊക്കെ ഇത് വിപണനം ചെയ്യണം എന്നുള്ളതിനെ പറ്റി, ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ പറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ട്രെയിനിങ്ങിലൂടെയാണ് അറിയാൻ പറ്റിയത്. ആ രീതിയിലുള്ളൊരു സ്റ്റാള് കേന്ദ്ര സർക്കാർ ഒരുക്കുന്നുണ്ടെന്നുള്ള അറിയിപ്പ് തരുകയും അതിനനുസരിച്ച് ഞങ്ങൾ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ഈ സ്റ്റാളിൽ എത്തിക്കുകയും ചെയ്തതാണ്. അങ്ങനെയാണ് ഇവിടെ വിപണനം നടത്തുന്നത്. ഇത് നാട്ടിലും വിപണനം നടത്തുന്നുണ്ട്. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ഇന്ന് ഉന്നതതല യോഗം ചേരും. മന്ത്രി M. ലിജുവിന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം നന്ദാവനത്തുള്ള എക്സൈസ് ആസ്ഥാനത്താണ് യോഗം നടക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് ഗ്രാമീൺ യോജനയുടെ ഭാഗമായി കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ 10,000 കോടി രൂപയിലധികം വിതരണം ചെയ്തു. രാജ്യത്തെ ജനങ്ങൾക്ക് അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കേണ്ടി വരില്ലെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അറിയിച്ചു. 2024-25, 2025-26 വർഷങ്ങളിലെ ലക്ഷ്യം കൈവരിക്കാത്ത സംസ്ഥാനങ്ങൾ ജൂൺ 30-നകം പ്രക്രിയ പൂർത്തിയാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. തീവ്രവാദത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. തീവ്രവാദത്തെ നേരിടുന്നതിൽ ഇരട്ടത്താപ്പ് പാടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. റഷ്യയിൽ നടന്ന അന്താരാഷ്ട്ര സുരക്ഷാ ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമേഷ്യയിലെ സാഹചര്യത്തെക്കുറിച്ച് പരാമർശിക്കവെ ഹോർമൂസ് കടലിടുക്കും ചെങ്കടലും ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള വ്യാപാരങ്ങൾ സുരക്ഷിതവും തടസ്സമില്ലാത്തതുമാണെന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണെന്നും ശ്രീ ഡോവൽ വ്യക്തമാക്കി.
തെക്കൻ ഇറാനിൽ ഉണ്ടായ US ആക്രമണത്തിന് പിന്നാലെ മേഖലയിലെ അമേരിക്കൻ വ്യോമത്താവളം ആക്രമിച്ചതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചു. നേരത്തെ ഹോർമൂസ് കടലിടുക്കിന് മുകളിൽ ഇറാനിയൻ ഡ്രോണുകൾ അമേരിക്ക വെടിവച്ചിടുകയും തെക്കൻ ഇറാനിലെ ബന്ദർ അബ്ബാസിൽ സൈനിക കേന്ദ്രം ആക്രമിക്കുകയും ചെയ്തിരുന്നു. 3 ദിവസത്തിനുള്ളിൽ ഇത് രണ്ടാം തവണയാണ് ഇറാനെതിരെയുള്ള US ആക്രമണം. സ്വയം പ്രതിരോധമായിരുന്നു തങ്ങൾ നടത്തിയതെന്ന് ഇറാൻ പ്രതികരിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസുകളുടെ നിയന്ത്രണം എയർ ഇന്ത്യ ജൂലൈ അവസാനം വരെ നീട്ടി. ടെൽ അവീവ് ഡൽഹി റൂട്ടിലുള്ള സർവീസുകൾ എയർ ഇന്ത്യ നേരത്തെ ജൂൺ അവസാനം വരെ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. എന്നാൽ മേഖലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്താണ് വിലക്ക് വീണ്ടും നീട്ടിയതെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കി. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇന്നു മുതൽ ഉഷ്ണതരംഗത്തിന്റെ തീവ്രത കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 3 ദിവസങ്ങളിൽ പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലാണ് ഉഷ്ണതരംഗത്തിൽ കുറഞ്ഞ തീവ്രത രേഖപ്പെടുത്തുന്നതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ അഖിൽ ശ്രീവാസ്തവ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. അതേസമയം ദേശീയ തലസ്ഥാന മേഖലയിൽ ഇന്നലെ വൈകുന്നേരം ശക്തമായ മഴയും ഇടിമിന്നലും ഉണ്ടായതായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഡൽഹി, ഹരിയാന, ചണ്ഡിഗഡ് എന്നിവിടങ്ങളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിക്കുന്ന മഞ്ഞ ജാഗ്രതയുള്ളത്. അതേസമയം സംസ്ഥാനത്ത് കാലവർഷം എത്തിയതായുള്ള സ്ഥിരീകരണം ഇനിയും ഉണ്ടായിട്ടില്ല. ഇന്ന് പുലർച്ചെ സംസ്ഥാനത്ത് പരക്കെ മഴ ലഭിച്ചിരുന്നു. രാത്രി 1 മണി മുതൽ കേരളത്തിൽ ബേക്കൽ മുതൽ കോവളം വരെയുള്ള നിരീക്ഷണ കേന്ദ്രങ്ങളിൽ 5 മില്ലിമീറ്ററും അതിലധികവും മഴ ലഭിക്കുന്നുണ്ട്. ലക്ഷദ്വീപിലും ഇതേ അവസ്ഥ തന്നെയാണ് ഉള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് ഇന്നുകൂടി ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഈ മാസം 31-നാണ് മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ്. ഇംഗ്ലണ്ടിനെതിരായ വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ഇന്നലെ ചെംസ്ഫോർഡിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ 38 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. 3 കളികളുള്ള പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം നാളെ ബ്രിസ്റ്റോളിൽ നടക്കും. IPL ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ന്യൂ ചണ്ഡിഗഡിലെ മഹാരാജ യാദവീന്ദ്ര സിംഗ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30-നാണ് മത്സരം. വിജയികൾ ഞായറാഴ്ച നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ പ്രമുഖ താരങ്ങൾ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് രാവിലെ നടക്കുന്ന വനിതാ സിംഗിൾസ് ക്വാർട്ടറിൽ PV സിന്ധു ദക്ഷിണ കൊറിയയുടെ SY ആനിനെ നേരിടും. ഇന്നലെ നടന്ന പുരുഷ സിംഗിൾസ് പ്രീ ക്വാർട്ടറിൽ തായ് താരത്തെ പരാജയപ്പെടുത്തിയാണ് ലക്ഷ്യസെൻ ക്വാർട്ടർ ഫൈനലിൽ എത്തിയത്. പുരുഷ സിംഗിൾസിൽ സാത്വിക് സായിരാജ് രംഗറെഡ്ഡി ചിരാഗ് ഷെഡ്ഡി സഖ്യവും മിക്സഡ് ഡബിൾസിൽ ധ്രുവ് കപില തനിഷ ക്രാസ്റ്റോ ജോഡിയും ക്വാർട്ടറിൽ സ്ഥാനമുറപ്പിച്ചു. സമാധാനത്തിനായി ജീവൻ ബലിയർപ്പിച്ചവരെ അനുസ്മരിക്കാൻ ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലക അന്താരാഷ്ട്ര ദിനം. സമാധാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ സേവനമനുഷ്ഠിച്ച സൈനിക, പോലീസ്, സിവിലിയൻ ഉദ്യോഗസ്ഥരുടെ ത്യാഗങ്ങളും ഈ ദിനത്തിൽ ഓർമ്മിക്കുന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. ലോക് ഭവനിൽ ഗവർണറുടെ സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറിയതായി അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു. കൂടാതെ DK ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനമേറ്റെടുക്കാൻ ക്ഷണിക്കണമെന്ന് ഗവർണറോട് അഭ്യർത്ഥിച്ചതായും ശ്രീ സിദ്ധരാമയ്യ അറിയിച്ചു. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് സിദ്ധരാമയ്യ രണ്ടാം തവണയും കർണാടക മുഖ്യമന്ത്രി ആവുകയായിരുന്നു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ നിന്ന് പുരുഷ വിഭാഗം ലോക 1-ാം നമ്പർ താരം യാനിക് സിന്നർ പുറത്തായി. ഇന്നലെ രാത്രി നടന്ന 2ാം റൌണ്ട് മത്സരത്തിൽ അർജന്റീനയുടെ ജുവാൻ മാനുവൽ സെരുണ്ടോളയാണ് 4 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടിയിട്ടുള്ള സിന്നറെ അട്ടിമറിച്ചത്. അതേസമയം 24 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടിയിട്ടുള്ള പുരുഷ വിഭാഗം മുൻ ലോക 1-ാം നമ്പർ താരം നൊവാക് ജോക്കോവിച്ച് 3ാം റൌണ്ടിൽ പ്രവേശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗോത്ര സുരക്ഷാ ഫോറം പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. VD സതീശന്റെ നേതൃത്വത്തിലുള്ള 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഇന്ന്. പ്രധാനമന്ത്രി ആവാസ് ഗ്രാമീൺ യോജനയുടെ ഭാഗമായി കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് 10,000 കോടി രൂപയിലധികം വിതരണം ചെയ്ത് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇംഗ്ലണ്ടിനെതിരായ വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. IPL ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.